ലൈസൻസ് കിട്ടിയിട്ടും വണ്ടി ഓടിക്കാൻ ഭയപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു അഡ്വൈസ് ഞാൻ തരാം കേട്ടോ. അതായത് ലേഡീസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഡ്രൈവിങ് അറിയാലോ. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വിമൻ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരോട് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് വുമൻ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ഒരുപാട് സഹായം നമ്മൾ ചോദിക്കേണ്ടി വരും. എവിടെയെങ്കിലും ഇപ്പോൾ രാത്രിയിൽ പെട്ടെന്ന് കുട്ടികൾക്ക് വയ്യാണ്ട് വന്നു, പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് വിചാരിക്കാം, നമ്മൾ എത്ര പേരുടെ കൈയും കാലും പിടിക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോവാം, ഹോസ്പിറ്റലിൽ പോവുകയോ കാണിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ ഇഷ്യൂസ്, വീട്ടിൽ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യം വരുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ആരോടും ഒരു ഹെൽപ്പും നമ്മൾ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 2006 ഞാൻ ലൈസൻസ് എടുക്കുന്നത്. 2013 ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നത്. ആദ്യം 2 വീലർ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കാറിലോട്ട് ഷിഫ്റ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് തരാനുള്ള ഒരു ചെറിയ ഉപദേശം കേട്ടോ, ആങ്ങളെയോ ഹസ്ബൻഡിനെ ഒന്നും എടുത്തിരുത്തിയിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ നിൽക്കരുത്. കാരണം ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ, നമ്മുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് തകർത്ത് കളയും. അതുകൊണ്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ വന്ന് പ്രാക്ടീസ് നൽകും നിങ്ങൾക്ക്. പിന്നെ ഒരു രാവിലെയൊക്കെ വണ്ടി ഇല്ലാത്ത സമയത്ത് ആദ്യം ഓടിക്കുന്നവരാണെങ്കിൽ രാവിലെ റോട്ടിലൊന്നും അധികം വണ്ടി ഉണ്ടാവില്ലല്ലോ, ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേനും പതിയെ വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അതിനുശേഷം തിരക്കുള്ള റോട്ടിൽ ഓടിച്ചു തുടങ്ങാം. മനസ്സിലായോ? അങ്ങനെ വേണം പഠിക്കാനായിട്ട്. തട്ടുമുട്ടയൊക്കെ ചെയ്യും വണ്ടി ആദ്യമൊക്കെ, അതിലൊന്നും ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കംപ്ലീറ്റ് കോൺഫിഡൻസും പോകും. പിന്നെ നമുക്ക് വണ്ടി എടുക്കാനായിട്ട് ഭയം ഉണ്ടാവും. തട്ടലും മുട്ടലും ഒക്കെ പതിവ്. ആരും ഇപ്പോൾ പ്രോ ഡ്രൈവേഴ്സ് ആയിട്ടൊന്നും അല്ലല്ലോ ജനിക്കുന്നത്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ലേഡീസും മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. താങ്ക് യു.